അപ്പൊ നമുക്കിനി കെമിക്കൽ കൈനറ്റിക്സിലേക്ക് കിടക്കാം അല്ലെ? എല്ലാവരും റെഡിയാണല്ലോ? ഓക്കെ, ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ശരിക്കും ഈ ചാപ്റ്ററിന്റെ പേര് കൈനറ്റിക്സ് എന്നാണ്. പക്ഷെ കൈനറ്റിക്സ് എന്ന് പറയുന്നത് ഫിസിക്സിൽ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കൈനറ്റിക്സ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേരെങ്കിലും നമ്മൾ ശരിക്കും ഇവിടെ പഠിക്കാൻ പോകുന്നത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. നിങ്ങൾ കേട്ടിട്ടായിരിക്കും കൈനറ്റിക് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താ? കൈനറ്റിക് എനർജി. നിങ്ങൾ വളരെ കൂടുതലായി കേട്ടിട്ടുള്ള ഒരു പദമാണ്. എന്താ കൈനറ്റിക് എനർജി? ദ എനർജി ഓഫ് എ മൂവിംഗ് ബോഡി. അപ്പൊ കൈനറ്റിക് എന്ന് പറയുമ്പോൾ ചലനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ചലിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് മാത്രമാണല്ലോ എന്തുള്ളത്? വേഗതയുള്ളത്. അപ്പൊ വേഗതയെ കുറിച്ച് നമ്മൾ എവിടെ പഠിക്കുന്നു? കൈനറ്റിക്സിൽ പഠിക്കുന്നു. കെമിക്കൽ കൈനറ്റിക്സിൽ കെമിക്കൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ എന്നാണ്. അപ്പൊ കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ കുറിച്ച് കെമിക്കൽ കൈനറ്റിക്സിൽ പഠിക്കുന്നു. കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ സ്വാധീനിക്കുന്നതായ ഘടകങ്ങളെ കുറിച്ചും നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിൽ പഠിക്കാറുണ്ട്. അപ്പൊ കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. കെമിക്കൽ കൈനറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് അബൌട്ട് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആൻഡ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി റേറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാസപ്രവർത്തനങ്ങളുടെ അഥവാ കെമിക്കൽ റിയാക്ഷനുകളുടെ വേഗത അഥവാ റേറ്റിനെ കുറിച്ചും അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചും പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെയാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുക. നിങ്ങൾ ആലോചിക്കൂ, കെമിക്കൽ കൈനറ്റിക്സിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, രാസപ്രവർത്തനത്തിന്റെ വേഗത. രണ്ട്, രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നമ്മൾ ആദ്യമായി ഇവിടെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാസപ്രവർത്തനത്തിന്റെ വേഗത എന്നാൽ എന്താണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ അരീക്കോട് നിന്നും മുക്കത്തേക്ക് ഒരു ബസ് പോകുന്നു എന്ന് കരുതുക. ആ ബസ്സിന് വേഗതയുണ്ടല്ലോ. അപ്പൊ നമ്മള് ബസ്സിന്റെ വേഗത നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അരീക്കോട് നിന്നും മുക്കത്തേക്കുള്ള ദൂരം അത് 12 കിലോമീറ്റർ ആണെന്നിരിക്കട്ടെ. അരീക്കോട് നിന്നും മുക്കത്തേക്ക് ആ ബസ് എത്താൻ വേണ്ടിയിട്ട് 24 മിനിറ്റ് എടുത്തു. അപ്പൊ ബസ്സിന്റെ വേഗത കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗത എന്ന് പറയുമ്പോൾ ഫിസിക്സിൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, സഞ്ചരിച്ച ദൂരം ബൈ സമയം എന്നാണ്. അപ്പൊ അരീക്കോട് നിന്നും മുക്കത്തേക്ക് പോകുന്ന ബസ്സിന്റെ വേഗത നമ്മൾ കണ്ടത് അരീക്കോടിനും മുക്കത്തിനും ഇടയിലുള്ള ദൂരം 12 കിലോമീറ്റർ ബൈ 24 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 എന്ന് വരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 0.5 കിലോമീറ്റർ പെർ മിനിറ്റ്. അതായത് ഒരു മിനിറ്റിൽ 1/2 കിലോമീറ്റർ ആ ബസ് സഞ്ചരിക്കുന്നു. അതാണ് ബസ്സിന്റെ വേഗത എന്ന് പറയുന്നത്. അപ്പൊ ബസ്സിന്റെ വേഗത നമ്മൾ എങ്ങനെ കണ്ടുപോകും അതേ രീതിയിൽ നമുക്ക് രാസപ്രവർത്തനത്തിന്റെ വേഗതയും കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബോർഡ് വർക്കിലൂടെ പരിചയപ്പെടാം. നിങ്ങൾ ആലോചിക്കൂ, വേഗത തന്നെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഇപ്പോ അരീക്കോട് നിന്നും മുക്കത്തേക്ക് പോകുള്ള ബസ് അരീക്കോട് നിന്നും പത്തനാപുരത്തേക്ക് ഉള്ള ഒരു ദൂരമുണ്ട്. ആ ദൂരത്തിനിടയിൽ സഞ്ചരിച്ച ദൂരം ഒരു വേഗതയിലാവില്ല. പിന്നീട് അത് അടുത്ത സ്റ്റോപ്പിൽ പത്തനാപുരം എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിന്നും അടുത്ത സ്റ്റോപ്പിലേക്കുള്ള വേഗത. അപ്പോൾ ഒരു സ്റ്റോപ്പുകൾക്കിടയിലുള്ള വേഗത ബസ്സിന് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളിപ്പോ കണ്ടു, എങ്ങനെ കണ്ടു? അരീക്കോടിനും മുക്കത്തിനും ഇടയിലുള്ള ദൂരം ഡിവൈഡഡ് ബൈ സമയം. ആ രീതിയിൽ നമ്മൾ കണ്ടത്. അങ്ങനെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ബസ്സിന്റെ യഥാർത്ഥ വേഗതയല്ല നമുക്ക് കിട്ടുക, ശരാശരി വേഗതയെ കിട്ടുക. ശരാശരി വേഗതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഒരു അരീക്കോട് നിന്നും ബസ് പുറപ്പെട്ടു, ഒരു അടുത്ത സ്റ്റോപ്പില് പത്തനാപുരത്തിനും ഇടയിലുള്ള ദൂരം, ആ ഓരോ സ്റ്റോപ്പിനും ഇടയിലും അല്ലെങ്കിൽ ഓരോ നിമിഷത്തിലുമുള്ള വേഗതയെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനെയാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുക. അപ്പൊ ബസ്സിന്റെ വേഗത നമ്മൾ ആവറേജ് റേറ്റ് ആയി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആയിട്ട് നമ്മൾ കണ്ടു. ഇതേപോലെ തന്നെ രാസപ്രവർത്തനങ്ങളുടെ വേഗതയും ആവറേജ് രീതിയിലും, അത് ആവറേജ് റേറ്റ് എന്ന് പറയുന്ന രീതിയിലും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്ന രീതിയിലും നമ്മൾ കാണാറുണ്ട്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? എങ്ങനെയാണ് ഇതിന്റെ എക്സ്പ്രഷൻസ് നമുക്ക് എഴുതാൻ സാധിക്കുക? അതൊക്കെ നമുക്ക് ബോർഡ് വർക്കിലൂടെ പരിചയപ്പെടാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ പഠിച്ച കൈനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ആദ്യം പറഞ്ഞു. ആദ്യമായിട്ട് നമ്മളെ ഈ ചാപ്റ്ററിലെ ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ത്, അതെങ്ങനെ എഴുതാം, അതുമായി ബന്ധപ്പെട്ട എക്സ്പ്രഷൻസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വളരെ നിസ്സാരമായ ഒരു ചാപ്റ്ററാണ്, പ്രോബ്ലം ഓറിയന്റഡ് ചാപ്റ്ററാണ്. പക്ഷെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു ചാപ്റ്ററാണ്. അത് ശ്രദ്ധിക്കാം. നോക്കൂ, എക്സ്പ്രഷൻ ഓഫ് റേറ്റ്. ഞാനിവിടെ ഒരു റിയാക്ഷൻ എഴുതാൻ പോവാണ്. എ gives B. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ.
A gives B. Remember, A ഇവിടെ ആരാണ്? റിയാക്റ്റന്റ് ആണ്. B ഇവിടെ ആരാണ്? പ്രോഡക്റ്റ് ആണ്. ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ് എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. അപ്പോ ഇത് ബാലൻസ്ഡ് ഇക്വേഷനിൽ കാണപ്പെടുന്ന സ്പീഷീസ്, അത് റിയാക്റ്റന്റ് ആണെങ്കിൽ റിയാക്റ്റന്റ്, പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രോഡക്റ്റ്, അതിന്റെ ഫ്രണ്ടിലുള്ള നമ്പറിനെയാണ് നമ്മൾ സ്റ്റോക്കിയോമെട്രിക് അല്ലെങ്കിൽ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്ന് പറയുക. The coefficient related with A is 1 here. The coefficient related with B is also 1 here. The reaction is balanced എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഒരു നമ്മൾ എങ്ങനെയാണോ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുക, ഇപ്പൊ ലാബിൽ പോയി ഒരു റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കും, അതിൽ റിയാക്ട് ചെയ്യുന്ന സംഭവങ്ങളെ നമ്മൾ എടുക്കാറുള്ളൂ, ഒരിക്കലും പ്രോഡക്റ്റ് നമ്മൾ എടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ റിയാക്ടന്റ് ആയ എ നമ്മൾ എടുത്തു. എ ആണ് ആരായി മാറിക്കൊണ്ടിരിക്കുന്നത്? ബി ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എ എന്ന് പറയുന്നത് തുടക്കത്തിൽ മാക്സിമം, ബി എന്ന് പറയുമ്പോൾ അതിന്റെ എമൗണ്ട് തുടക്കത്തിൽ ഇനീഷ്യലി അത് 0 ആണ്. അപ്പോൾ ഇനീഷ്യലി കോൺസെൻട്രേഷൻ ഓഫ് ബി ഈസ് 0. റിമെമ്പർ, ഇവിടെ റേറ്റ് കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എയുടെ അളവ് തുടക്കത്തിൽ മാക്സിമം, അതിങ്ങനെ ബി ആയി മാറിക്കൊണ്ടിരിക്കുന്നു തോറും, അപ്പൊ സമയം പോകുന്തോറും എയുടെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരും. എ എത്ര കണ്ട് കുറയുന്നുവോ അത് ബി ആയിട്ട് മാറും, അല്ലെങ്കിൽ എയിൽ വന്ന കുറവാണ് ബി ആയിട്ട് അപ്പിയർ ചെയ്യുക എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ റേറ്റ് കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ബസ്സിന്റെ കേസിൽ റേറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടത്? ബസ് സഞ്ചരിച്ച ദൂരം ബൈ സമയം. അപ്പൊ ബസ് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നതിന് പകരം റിയാക്ഷൻ റേറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റിയാക്ടന്റിന്റെയോ പ്രോഡക്റ്റിന്റെയോ ഗാഢതക്കാണ് നമ്മൾ കോൺസെൻട്രേഷൻ, ക്വാണ്ടിറ്റി എന്ന് നമ്മൾ പറയാറുള്ളത്. ഇപ്പൊ റേറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് R ആണ് റേറ്റ് ഓഫ് റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, പിന്നെ റേറ്റ് ഓഫ് റിയാക്ഷന്റെ സിമ്പൽ ആണ് R. Rന്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? നമ്മള് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എയുടെ അളവിൽ, എയുടെ ഗാഢതയിൽ, എയുടെ കോൺസെൻട്രേഷൻ വന്നിട്ടുള്ള ഇടിവ്, കുറവ്, അതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഓക്കെ, ഇപ്പോ ഡിക്രീസ്, ഇപ്പൊ നമ്മൾ സാധാരണ പലപ്പോഴും പല കാര്യങ്ങളും നമ്മളെ സൂചിപ്പിക്കാറുള്ളത് പിന്നെ സിംബൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഉദാഹരണമായിട്ട് കാർബൺ പ്ലസ് ഓക്സിജൻ സമം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എഴുതുമ്പോൾ ഒരിക്കലും നമ്മൾ പൂർണ്ണമായിട്ട് എഴുതാറില്ലല്ലോ. കാർബൺ നമ്മൾ C എന്ന് എഴുതും, ഓക്സിജൻ നമ്മൾ O2 എന്ന് എഴുതും. അഥവാ ഇലമെന്റുകളെയും കോമ്പൗണ്ടുകളെയും സിംബൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. അതുപോലെ തന്നെ ഈ വേർഡ്സിൽ എഴുതിയിരിക്കുന്ന സംഗതിയെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു സിംബൽ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോടാ. അപ്പൊ നമ്മളിവിടെ നോക്കുക, R ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ. എന്തുകൊണ്ട് ഡിക്രീസ് എന്ന് പറയുന്നത്? എ ആരാണ്? റിയാക്ടന്റ് ആണ്. റിയാക്ടന്റിന്റെ അളവ് സമയം പോകുന്തോറും കുറയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഡിക്രീസ് എന്ന് എഴുതുന്നത്. ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇതിനെ എങ്ങനെയാണ് സിംബൽ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാതിരിക്കുക? നിങ്ങൾക്കറിയാം, ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറയുക എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ആണല്ലോ. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? കൂടുക, അതും ഒരു ചേഞ്ച് ആണല്ലോ. ഡിക്രീസ് ആണെങ്കിലും ഇൻക്രീസ് ആണെങ്കിലും അതൊരു ചേഞ്ച് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചേഞ്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിംബലാണ് ഡെൽറ്റ. അപ്പൊ നമ്മൾ ഡിക്രീസ് എന്ന് പറയുന്നത് ഡെൽറ്റ എന്ന് എഴുതി. സംശയം ഉണ്ടാവും നിങ്ങൾക്ക്, ഡിക്രീസ് എന്ന് പറഞ്ഞാല് കുറയാന്നാണല്ലോ. ഡെൽറ്റയുടെ മീനിങ് ചേഞ്ച് എന്നല്ലേ അർത്ഥമുള്ളൂ. അപ്പൊ കുറയുന്നതും ഒരു ചേഞ്ച് ആണ്, കൂടുന്നതും ഒരു ചേഞ്ച് ആണ് എങ്കിൽ നമ്മൾ ഡെൽറ്റയ്ക്ക് ഫ്രണ്ടിൽ നമ്മൾ എന്തെഴുതും? മൈനസ് എഴുതും. മൈനസ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ച്, മൈനസ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ കുറയുന്ന രീതിയിലുള്ള ചേഞ്ച്. ഡിക്രീസ് എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഇക്വിലിബ്രിയം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കോൺസെൻട്രേഷനെ നമ്മൾ സാധാരണ രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത് എങ്ങനെയാണ്? സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. സ്ക്വയർ ബ്രാക്കറ്റ് ദാറ്റ് ഈസ് മൈനസ് ഡെൽറ്റ. എയുടെ കോൺസെൻട്രേഷൻ മൈനസ് ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എങ്ങനെയാണ്? കോൺസെൻട്രേറ്റ് ടൈമിനെ നമ്മൾ റെപ്രസെന്റ്, ടൈമും ഒരു ചേഞ്ച് തന്നെയാണല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മൾ രാവിലെ 10 മണിക്ക് ബസ് കയറിയിരുന്നു, 10:24 അത് മുക്കത്തെത്തുന്നതെങ്കിൽ എത്രയാണ് അരീക്കോട് മുക്കത്തേക്ക് സഞ്ചരിക്കാൻ എടുത്ത സമയം? 24 മിനിറ്റ്. ഇങ്ങനെ കണ്ടത് നമ്മൾ മുക്കത്തെത്തിയതിനു ശേഷം നമ്മൾ വാച്ച് നോക്കി 10:24.
എങ്ങനെ അരീക്കോടത്തും ഇരിക്കുമ്പോൾ നമ്മൾ എത്രയായിരുന്നു, അരീക്കോട് സ്റ്റാൻഡിൽ ബസ്സിൽ ഇരിക്കുമ്പോൾ എത്രയായിരുന്നു സമയം, 10 മണി. ഇപ്പൊ 10:24 - 10 ആണല്ലോ, 24 മിനിറ്റ് എന്ന് കിട്ടിയത്. ഇപ്പൊ ടൈം കാൽക്കുലേറ്റ് ചെയ്തതും ചേഞ്ച് തന്നെയാണ്. therefore നമ്മളിവിടെ ടൈം എന്നുള്ളത് ഡെൽറ്റ ടി, നമുക്കറിയാം ചേഞ്ച് ഡെൽറ്റ ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത് ടി കൊണ്ടാണ്. യു ഹാവ് ടു നോ ദാറ്റ് ടൈം ഈസ് ടു ബി റെപ്രസെന്റഡ് ബൈ സ്മോൾ ടി, ക്യാപിറ്റൽ ടി എന്ന് എഴുതരുത്. ക്യാപിറ്റൽ ടി ഇൻ കെമിസ്ട്രി, ക്യാപിറ്റൽ ടി ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ടെമ്പറേച്ചർ. ഇപ്പൊ ഡെൽറ്റ ടി ഇങ്ങനെ എഴുതി, ഡെൽറ്റ ടി മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി. ഇനി ഇതേ റിയാക്ഷന് എന്തുണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്. പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചുകൊണ്ടും മക്കളെ നമുക്ക് റേറ്റിന്റെ വാല്യൂ കാണാനായിട്ട് സാധിക്കും. അപ്പൊ R is equal to R means rate of reaction. R is to be usually denoted by small, rate of reaction is usually denoted by small r, not by capital R. Just remember that. R is equal to എങ്ങനെ എഴുതും, ഇതിന്റെ അളവ് കുറയാന്ന് പറഞ്ഞാൽ ഇപ്പൊ റിയാക്ഷനിൽ നടക്കുന്ന സമയത്ത് തുടക്കത്തിൽ പ്രോഡക്റ്റ് ഉണ്ടാവില്ലല്ലോ, പ്രോഡക്റ്റിന്റെ അളവ് ഇങ്ങനെ കൂടുകയാണല്ലോ ചെയ്യാം. R is equal to എങ്ങനെ എഴുതും, increase in concentration of P divided by time. Increase in concentration of P divided by time. That is equal to എങ്ങനെ എഴുതും, ഡിക്രീസിന്റെ സിമ്പിൾ മൈനസ് എന്നാണെങ്കിൽ ഇൻക്രീസിന്റെ സിമ്പിൾ പ്ലസ് എന്നാണ്. അപ്പൊ പ്ലസ് എഴുതി, മൈനസിന് പകരം പ്ലസ് എഴുതാനുള്ള കാരണം എന്താ, ഇവിടെ ഡിക്രീസ് ആയിരുന്നു, ഇവിടെ ഇൻക്രീസ് ആണ്. പ്ലസ് ഇൻക്രീസ് എന്ന് പറയുന്നതും ചേഞ്ച് ആണ്, പ്ലസ് ഡെൽറ്റ എന്ന് പറഞ്ഞപ്പോൾ ഇൻക്രീസ്. Concentration of P divided by delta T. This is the way of writing the expression of rate of this particular reaction. എങ്ങനെയാണ് എഴുതിയതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇനി ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ, മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി. ഇതിനെ നമ്മള് ഇവിടെ മൈനസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ മൈനസ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ കൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ അതിൽ അണ്ടർസ്റ്റുഡ് ആണ്. എ എന്ന് പറയുന്നത് റിയാക്ടന്റ് ആണ്, പ്ലസ് എന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക പി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആണ്. അപ്പൊ പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതുന്നതെങ്കിൽ പ്ലസ് എന്ന് ഫ്രണ്ടിൽ എഴുതും. അതല്ല റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതുന്നതെങ്കിൽ മൈനസ് എന്ന് ഫ്രണ്ടിൽ എഴുതും. ഇനി ഈ പറയുന്ന എക്സ്പ്രഷൻസിന് ചില പ്രത്യേക പേരുകൾ വേറെയുണ്ട്, അത് നമുക്ക് നോക്കാം. ഹിയർ മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി, ഇതിനെ നമ്മൾ മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി, അതിന് നമ്മൾ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് പറയാറുണ്ട്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. അതുപോലെ പ്ലസ് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി, ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മൈനസ് ഡെൽറ്റ. ഈ മൈനസ് ആണല്ലോ ഡിസപ്പിയറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്ലസിനെ നമുക്ക് എന്ത് പറയാം, ഡിസപ്പിയറൻസിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ, മൈനസിന്റെ ഓപ്പോസിറ്റ് അല്ലേ പ്ലസ്. അപ്പൊ മൈനസ് എന്ന് പറഞ്ഞാൽ ഡിസപ്പിയറൻസ് ആണെങ്കിൽ പ്ലസ് എന്ന് പറഞ്ഞാൽ അപ്പിയറൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫോർമേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും, റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ബി, rate of appearance of B. Right, rate of appearance of B. The rate of appearance of B is also known as rate of production of B. Rate of appearance of B is also known as rate of formation of B. ഇതാണ് നമ്മളെ ഒരു റിയാക്ഷന്റെ റേറ്റ് എക്സ്പ്രഷൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കുക. ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇതിന്റെ ഈ ഒരു ബേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഏരിയ മുഴുവനും പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവാതെ പോയാൽ അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. വളരെ എളുപ്പമാണ്. എക്സ്പ്രഷൻ ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ ആദ്യം എഴുതി, ഒരു റിയാക്ഷൻ ഞാൻ എഴുതി, എ gives B, എ റിയാക്ടന്റും ബി പ്രോഡക്റ്റും ആണ്. While starting a reaction there will be always reactants. അപ്പോൾ നമ്മുടെ റിയാക്ടന്റിന്റെ അളവ് സമയം തോറും കുറയും. എയില് ഉണ്ടായ കുറവാണ് ബിയില് പിന്നെ ഉണ്ടാവുക, ഫോം ചെയ്യുക എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് റേറ്റ് ഓഫ് റിയാക്ഷൻ കാണാൻ വേണ്ടി ഈ എക്സ്പ്രഷൻ ആണ് എഴുതാൻ സാധിക്കുക. ഇപ്പോ R എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് റിയാക്ഷൻ, മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്നുള്ള റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് പറയും, പ്ലസ് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ബി, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ബി, അല്ലെങ്കിൽ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ബി എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ ക്ലിയർ ആയി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. മക്കളെ, നമ്മുടെ ഡിസ്കഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കൂടുതൽ റിയാക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു ഇക്വേഷൻ, ബാലൻസ്ഡ് ഇക്വേഷൻ തന്നാൽ റേറ്റ് കാണുന്ന കൂടുതൽ രീതികൾ നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. നമ്മൾ നേരത്തെ ഒരു റിയാക്ഷൻ കണ്ടു കഴിഞ്ഞു അല്ലെ, എ gives B. അവിടെ ഒരു റിയാക്ടന്റും ഒരു പ്രോഡക്റ്റും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം,
ഒരു റിയാക്ടർ N2 അമോണിയ നമ്മൾ വളരെ ചെറിയ ക്ലാസ് മുതൽ കേൾക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. N2 plus 3H2 gives 2NH3. അവിടെ നൈട്രജൻ എന്ന് പറയുന്ന റിയാക്ടന്റ് ഉണ്ട്, ഹൈഡ്രജൻ എന്ന് പറയുന്ന റിയാക്ടന്റ് ഉണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതൽ റിയാക്ടന്റുകൾ ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ ഒരു റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ, അപ്പോ റേറ്റ് ഓഫ് റിയാക്ഷന്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, അതാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ശ്രദ്ധിക്കൂ, ഞാനിത് അവിടെ ഇക്വേഷൻ എഴുതുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിക്കട്ടെ. A plus B, A plus B gives C plus D. A plus B gives C plus D. Right. ഈ ഇക്വേഷനിൽ A റിയാക്ടന്റ് ആണ്, ഈ ഇക്വേഷനിൽ Bയും റിയാക്ടന്റ് ആണ്, ഈ ഇക്വേഷൻ സിക്ക് പുറമെ ഡി കൂടി പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ റിയാക്ടന്റുകൾ വരുമ്പോ, ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ വരുമ്പോ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ പോലെ എയുടെ മുമ്പിൽ നമ്പർ എത്രയാ? 1. ബിയുടെ മുമ്പിൽ നമ്പർ എത്രയാ? 1. സിയുടെ മുമ്പിലും ഡിയുടെ മുമ്പിലും ഒക്കെ നമ്പർ 1 തന്നെയാണ്. അപ്പൊ അതില് വിഷയമല്ല. പക്ഷെ നമ്മള് റിയാക്ടന്റുകൾ ഒന്നിൽ കൂടുതലുണ്ട്, പ്രോഡക്റ്റുകൾ ഒന്നിൽ കൂടുതലുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ റേറ്റ് ഓഫ് റിയാക്ഷന്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കാം. R is equal to ഇവിടെ റിയാക്ടന്റ് ആരാണ്? എ. ഇപ്പൊ റിയാക്ടന്റ് ആണെങ്കിൽ ഫസ്റ്റിലെ നമ്മൾ എന്ത് പുട്ട് ചെയ്യണം? മൈനസ് ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. റൈറ്റ്. ഇറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു, എക്ക് പുറമെ ഇവിടെ ബി റിയാക്ടന്റ് ആണ്. എക്കും ബിക്കും ഇവിടെ ഇടയിൽ പ്ലസ് എന്ന് പറയുന്ന സിമ്പൽ ഉണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. എ റിയാക്ടന്റ് ആണ്, എയെ മാത്രമായി വെച്ചുകൊണ്ട് എക്സ്പ്രഷൻ എഴുതി. ഇനി ബിയെ മാത്രമായി വെച്ചുകൊണ്ട് എക്സ്പ്രഷൻ എഴുതുന്നു. മൈനസ് ഡെൽറ്റ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ. റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഓഫ് റിയാക്ഷൻ ഇതിനെ നമ്മൾ എന്താ പറയാ? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഇ. ഇതിനെ നമ്മൾ എന്ത് പറയും? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ടി. It is also equal to എന്താണ്? Plus delta C. C is the product. You have to put plus sign here. By delta T. It is also equal to plus delta D divided by delta T. ഈ രീതിയിൽ ഒക്കെ നമുക്ക് എഴുതാം. സിയും ഡിയും പ്രോഡക്റ്റ് ആണ്, ഇടയിലുള്ള ബൈ പ്ലസ് സൈൻ ഉണ്ട്. അതൊന്നും ഇവിടെ പ്രസക്തമേ അല്ല. എ റിയാക്ടന്റ് ആണ്, എ വെച്ചോണ്ട് മാത്രം എഴുതി. എയും ബിയും റിയാക്ടന്റ് അല്ലേ, രണ്ടും കൂടി ഒന്നിച്ച് എഴുതാവോ? പറ്റൂല. അത് ശ്രദ്ധിക്കുക. ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് എഴുതണം. ഈ ഇക്വേഷനിൽ ഓരോന്നും എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആർ മീൻസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഓഫ് റിയാക്ഷൻ കാണാൻ വേണ്ടി റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ എടുക്കാം, റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി എടുക്കാം, റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി എടുക്കാം, റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ഡി എടുക്കാം. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത വിഷയം എന്ന് പറയുന്നത് പിന്നെ മറ്റൊരു ഇക്വേഷൻ നമുക്ക് പരിഗണിക്കാം. ഇവിടെ ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2a plus 3g gives 4r plus 5em. ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ എഴുതി. എന്താണ് ഈ ഇക്വേഷന് മുമ്പത്തെ ഇക്വേഷൻ എന്നുള്ള വ്യത്യാസം എന്ന് നോക്കാം. ദാറ്റ് ഈസ് ഇവിടെ കെയും ജിയുമാണ് റിയാക്ടന്റ്. കെയുടെ കോഎഫിഷ്യന്റ് എത്രയാണ്? 2 ആണ്. അതുപോലെ ജിയുടെ കോഎഫിഷ്യന്റ് എത്രയാണ്? 3 ആണ്. ഇങ്ങനെ കോഎഫിഷ്യന്റുകൾ 1 നമ്പറുകൾ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോ 6 എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഓക്കെ. ഇവിടെ ആരാണ് റിയാക്ടന്റ്? കെ. ആരാണ് വേറെ റിയാക്ടന്റ്? ജി. അപ്പൊ നമ്മൾ എന്ത് എഴുതും ഇവിടെ? മൈനസ് ഡെൽറ്റ കെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. Okay, K ആണ് റിയാക്ടന്റ്. K റിയാക്ടന്റ് ആയതുകൊണ്ട് ഫസ്റ്റ് യു ഹാവ് ടു പുട്ട് മൈനസ് ഇൻ ഹിയർ. Minus delta K divided by delta T. What is the coefficient? 2. If the coefficient of the given species is other than 1, what we have to do? ഏതാണോ കോഎഫിഷ്യന്റ് നോക്കാം. കോഎഫിഷ്യന്റ് ഏതാ ഇവിടെ? 2. അതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. What is the reciprocal of x? വീൽക്രമം ഉണ്ടല്ലോ. എക്സിന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 1/x. 2ന്റെ റെസിപ്രോക്കൽ എത്രയായിരിക്കും? 1/2. അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. The respective expression is to be multiplied with the reciprocal of stoichiometric coefficient. That is to be done here. It is also equal to G is another reactant. A reactant ആണെങ്കിൽ at first you have to put negative sign here. Minus delta G divided by delta T. What is the stoichiometric coefficient? 3. What about its reciprocal? 1/3.
into 1 by 3. It is also equal to plus product is R plus delta R divided by delta T, okay, into 1 by 4. One more product is there. What is that product? M. Then plus delta M divided by delta T. Plus delta M divided by delta T into 1 by 5. That is, rate of reaction is equal to rate of disappearance of K into 1 by 2 or rate of disappearance of G into 1 by 3 into rate of appearance of R, that is this, into 1 by 4, rate of appearance of M into 1 by 5. അപ്പോ എങ്ങനെയാണ് നമ്മൾ ഈ റിയാക്ഷന്റെ റേറ്റുകൾ എഴുതുക എന്നുള്ളത്, റേറ്റ് എക്സ്പ്രഷൻ, റിയാക്ഷന്റെ റേറ്റ് എഴുതാനുള്ള എക്സ്പ്രഷൻ എഴുതുക എന്നുള്ളത് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു അരീക്കോട് നിന്നും മുക്കത്തേക്ക് പോകുന്ന ബസിന്റെ റേറ്റ്, അത് അരീക്കോടിനും മുക്കത്തിനും ഇടയിലുള്ള വേഗതയാണെങ്കിൽ ആവറേജ് റേറ്റ്. അതേസമയം അരീക്കോട് നിന്നും പുറപ്പെട്ട് തൊട്ടടുത്ത സ്റ്റോപ്പ് വരെയുള്ള വേഗതയാണെങ്കിൽ അത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയും. അപ്പൊ ഇതേപോലെ റിയാക്ഷനും ആവറേജ് റേറ്റുമുണ്ട്, ഇൻസ്റ്റന്റേനിയസ് റേറ്റുമുണ്ട്. നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന എക്സ്പ്രഷൻ ഡെൽറ്റയാണ് എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ആവറേജ് റേറ്റ്. ഇതേ റിയാക്ഷൻ ആർ ഈസ് ഈക്വൽ ടു, നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്, ചേഞ്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ആണ് ടി, ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന സിമ്പിൾ. therefore മൈനസ് ഈസ് റിപ്പീറ്റഡ് ഹിയർ അഗെയിൻ. ഡെൽറ്റ മീൻസ് ചേഞ്ച്, ഡെൽറ്റയ്ക്ക് പകരം നമ്മൾ ടി എന്ന് പറയുന്നത് ചേഞ്ച് തന്നെയാണ്. ഡിഫറൻഷ്യലിന്റെ സിമ്പിൾ മൈനസ് ഡി കെ ഡിവൈഡഡ് ബൈ dt into 1 by 2 is equal to minus dg divided by dt into 1 by 3. It is also equal to plus dr divided by dt into 1 by 4 is equal to plus dm divided by dt into 1 by 5. മക്കളെ ശ്രദ്ധിക്കുക, ചേഞ്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ ഇതുവരെ ഡെൽറ്റ ആയിരുന്നു. ഡെൽറ്റയ്ക്ക് പകരം ഡി ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. നിമിഷം പ്രതിയുള്ള മാറ്റം എന്നുള്ളതാണ് ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിമിഷത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പദമല്ലേ ഇൻസ്റ്റന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ റേറ്റ് എക്സ്പ്രഷൻസിനെ നമ്മൾ ആവറേജ് റേറ്റ് എന്ന് പറയുമെങ്കിൽ ഈ റേറ്റ് എക്സ്പ്രഷനെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയും. അപ്പൊ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും തമ്മിൽ എക്സ്പ്രഷൻ എഴുതുമ്പോഴുള്ള വ്യത്യാസം നാമമാത്രമാണ്. ഡെൽറ്റയ്ക്ക് പകരം ഡി എഴുതി എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. ഓക്കെ, ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം മനസ്സിലായല്ലോ. നമുക്ക് ഇതുവരെ നമ്മൾ എഴുതിയതൊക്കെ എന്തായിരുന്നു? ജനറൽ എക്സ്പ്രഷൻ ആയിരുന്നുവെങ്കിൽ ഒരു സ്പെസിഫിക് എക്സ്പ്രഷൻ നമ്മൾ ഉപയോഗിക്കുകയാണ്. N2 ഗ്യാസ്, അല്ലെ, നൈട്രജൻ ഗ്യാസ് ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം. പ്ലസ് 3H2 ഗ്യാസ് gives 2NH3 ഗ്യാസ്, 2NH3 ഗ്യാസ്, റൈറ്റ്? ഓക്കെ, നമ്മളിവിടെ റേറ്റ് കാണാൻ എഴുതുമ്പോ R is equal to then N2 ആരാണ്? റിയാക്ടന്റ് ആണ്. അപ്പൊ എങ്ങനെ എഴുതും നമ്മള്? മൈനസ് ഡെൽറ്റ, ഏതാ റിയാക്ടന്റ്? N2. Concentration of N2 by delta T. It is equal to minus delta H2 divided by delta T. Right? What is the coefficient here? Is it 1? No, it is other than 1. If the stoichiometric coefficient is other than 1, we have to do this expression is to be multiplied with 1 by 3. It is also equal to product plus delta NH3 by delta T into 1 by 2 into 1 by 2. Okay, these are the expressions used to represent the rate of reaction. Right? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രീതിയിലാണ് നമ്മൾ എഴുതാനുള്ള ഒരു പ്രോഡക്റ്റേ ഉള്ളൂ. അതുകൊണ്ട് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട എക്സ്പ്രഷൻ ഒന്നേ ഉള്ളൂ. റൈറ്റ്? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ, യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ റേറ്റ് കാണാനുള്ള ഒരു ഇക്വേഷൻ ആണല്ലോ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പറയാറുള്ള ഈ റേറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ബൈ ടൈം ആണ്. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താ? കോൺസെൻട്രേഷൻ ബൈ ടൈം. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താ? മോൾ പെർ ലിറ്റർ. ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്സ്. Then what is overall unit of reaction? That is mole liter inverse second inverse. Mole liter inverse second inverse.
ഞാൻ ചോദിക്കേണ്ട മക്കളെ, ഇനി ഈ പിന്നെ മോൾ പെർ ലിറ്റർ എന്ന് പറയുന്നത് ഗ്യാസ് ആണെങ്കിൽ, നൈട്രജന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഗ്യാസ് ആണ്, ഫിസിക്കൽ സ്റ്റേറ്റ് ഗ്യാസ് ആണ് എങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്, അതായത് ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ ഗ്യാസ് ആണെങ്കിൽ മാത്രം ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അതിന്റെ പ്രഷറിനോട് ഈക്വൽ ആണ്. അപ്പൊ തന്നിരിക്കുന്ന സ്പീഷീസ് ഗ്യാസ് ആണ് എങ്കിൽ കോൺസെൻട്രേഷന്റെ യൂണിറ്റ് ആയ മോൾ പെർ ലിറ്ററിന് പകരം നമുക്ക് എന്ത് എഴുതാം? പ്രഷറിന്റെ യൂണിറ്റ് എഴുതാം. ദാറ്റ് ഈസ് ATM, മോൾ പെർ ATM സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ ATM സെക്കൻഡ് ഇൻവേഴ്സ് എപ്പോഴും എഴുതാം? ഫോർ ഗ്യാസ് ഫേസ് റിയാക്ഷൻ ആണെങ്കിൽ മാത്രം. അതേസമയം ഗ്യാഷ്യസ് റിയാക്ഷൻ ആണെങ്കിൽ യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സിലും എഴുതാം, അല്ലെങ്കിൽ ATM സെക്കൻഡ് ഇൻവേഴ്സിലും എഴുതാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒന്നുകിൽ പദാർത്ഥങ്ങൾ ലായനിയായിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വാതകമായിരിക്കുമ്പോഴാണ്. തന്നിരിക്കുന്ന സ്പീഷീസ് റിയാക്ടന്റും പ്രോഡക്റ്റും വാതകമാണ് എങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സും ആകാം, ATM സെക്കൻഡ് ഇൻവേഴ്സും ആകാം. തന്നിരിക്കുന്ന റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് സൊല്യൂഷൻ ഫേസിലാണ് എങ്കിൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് നിർബന്ധമാണ്. ഒരിക്കൽ കൂടി ഓർത്തോളാം, തന്നിരിക്കുന്ന റിയാക്ഷൻ ഗ്യാസ് ഫേസ് ആണ് എങ്കിൽ യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സോ അല്ലെങ്കിൽ ATM സെക്കൻഡ് ഇൻവേഴ്സോ ആകാം. അതേസമയം തന്നിരിക്കുന്ന റിയാക്ഷൻ നടക്കുന്നത് സൊല്യൂഷൻ ഫേസിലാണ് എങ്കിൽ യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആവല് നിർബന്ധമാണ്. ശ്രദ്ധിക്കാം. തൽക്കാലം നമ്മൾ ഈ ഒരു ഏരിയ ഇവിടെ കവർ ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ചുള്ള പ്രോബ്ലംസ് ചെയ്യേണ്ടതുണ്ട്. നോക്കാം. നമുക്ക് ഇനി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാം. ഇതിൽ ഒരു ഒന്നാമത്തെ ചോദ്യം, ഫോർ ദ റിയാക്ഷൻ R gives P the concentration of എല്ലാവരും ശ്രദ്ധിച്ചോളാം, concentration of reactant changes from 0.03 molar, capital M, 0.03 molar to 0.02 molar in 25 minutes. In 25 minutes. Calculate the average rate. Calculate the average rate of reaction using units of time, both in minutes and seconds. മിനിറ്റിലും സെക്കൻഡ്സിലും എന്ത് ചെയ്യാം? അത് ആവറേജ് റേറ്റ് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക? നമുക്ക് നോക്കാം. റിയാക്ഷൻ. The reaction is R gives P. This is the reaction. The reaction is R gives P. Right. അപ്പോൾ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് R ഇവിടെ റിയാക്ടന്റ്, P ഇവിടെ പ്രോഡക്റ്റ്. ഓക്കെ, നമുക്കറിയാം ഇങ്ങനെ റിയാക്ഷന്റെ റേറ്റ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. റേറ്റ് കാണാനുള്ള ഇക്വേഷൻ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചുകൊണ്ടും പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചുകൊണ്ടും റേറ്റ് കാണാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ റേറ്റ് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷൻ ഇതെല്ലാമാണ്. ആവറേജ് റേറ്റ് ആണ്, അപ്പൊ ഡെൽറ്റയാണ് യൂസ് ചെയ്യുക. മൈനസ് ഡെൽറ്റ R ബൈ ഡെൽറ്റ T. ഇവിടെ എന്തിനാണ് മൈനസ് ഉപയോഗിക്കുന്നത് എനിക്കറിയാം, കാരണം R റിയാക്ടന്റ് ആണ്. It is also calculated using plus delta P divided by delta T.
These are the two expressions to represent the rate of reaction. Okay. ഇവിടെ R കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ ബൈ ഡെൽറ്റ ടി ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് തൽക്കാലം സ്കിപ്പ് ചെയ്യാം, കാരണം പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ അറിയില്ല. അപ്പൊ നമ്മളിവിടെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. റൈറ്റ്? ഓക്കെ. ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ റിയാക്ടന്റ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് തന്നിട്ടുണ്ട്. മൈനസ് ഈസ് ഓൾറെഡി ദർ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എപ്പോഴും ചേഞ്ച് കാണുമ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ മൈനസ് ഇനീഷ്യൽ എടുക്കുക. ദാറ്റ് ഈസ് മൈനസ് ഈസ് ഓൾറെഡി പുട്ട് ഹിയർ. ഡെൽറ്റ മീൻസ് ചേഞ്ച് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് ആർ ഫൈനൽ കോൺസെൻട്രേഷൻ മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ ഇനീഷ്യൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ. ഇനി ഓരോന്നിനെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അതൊരു സിസ്റ്റമാറ്റിക് രീതിയിൽ ചെയ്യേണ്ടതുണ്ട്, അത് ശ്രദ്ധിക്കുക. മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ ഫൈനൽ കോൺസെൻട്രേഷൻ എത്രയാണ്? 0.02. അവസാനം 0.03 നിന്ന് 0.02 മാറുന്നു എന്ന് പറഞ്ഞു. അപ്പൊ 0.02 മോളാർ. റൈറ്റ്? മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് ആർ ഫൈനൽ എന്താ? ഫൈനൽ എന്ന് പറയുന്നത് ഫൈനൽ കോൺസെൻട്രേഷൻ 0.02 മോളാർ, അവസാനത്തെ കോൺസെൻട്രേഷൻ 0.02 മോളാർ, മൈനസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തുടക്കത്തിൽ എത്രയായിരുന്നു? 0.03 മോളാർ. ഓക്കെ. ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറയുന്ന സമയത്ത് ഡെൽറ്റ ടിയുടെ വാല്യൂ 25 മിനിറ്റ്സ് ആണ്. 25 മിനിറ്റ് ആണ്. 25 മിനിറ്റ്. ഓക്കെ. ഇതാണ് വാല്യൂ വരിക. ഈ രീതിയിലാണ് ചെയ്യാം. ഇനി ഓരോന്നും നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. മൈനസ് ഈസ് ഓൾറെഡി ദർ. 0.02 മൈനസ് 0.01 എന്ന് പറഞ്ഞാൽ -0.01 -0.01 മോളാർ, ഡിവൈഡഡ് ബൈ 25 മിനിറ്റ്സ്. ഓക്കെ. ഇനി മൈനസ് ഇൻറ്റു മൈനസ് എന്താ? പ്ലസ്. ഓക്കെ. ഇപ്പോൾ 0.01 ബൈ 25. 0.01 ഡിവൈഡഡ് ബൈ മോളാർ, 25 മിനിറ്റ്സ്. അതിന്റെ വാല്യൂ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് 0.01 ഡിവൈഡഡ് ബൈ 25. കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് നോക്കുക. 4 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4. ഇതിന്റെ യൂണിറ്റ് എന്താ? മോളാർ, താഴെ മിനിറ്റ്. അപ്പോൾ മോളാർ ഈസ് ഓൾറെഡി ദർ. മിനിറ്റ് മോളിൽ പോകുമ്പോൾ മിനിറ്റ് ഇൻവേഴ്സ്. 4 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4 മോളാർ മിനിറ്റ് ഇൻവേഴ്സ്. നന്നായി ശ്രദ്ധിക്കുക. ദിസ് കൈൻഡ് ഓഫ് പ്രോബ്ലം ആസ്ക് ഇൻ ദ പബ്ലിക് എക്സാം. ചോദ്യം നോക്കൂ നിങ്ങൾ. കാൽക്കുലേറ്റ് ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ യൂസിംഗ് യൂണിറ്റ്സ് ഓഫ് ടൈം ബോത്ത് ഇൻ മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ് ആണ്. വി ഓൾറെഡി ഗോട്ട് ദ ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് മിനിറ്റ്സ്. റൈറ്റ്? ഇനി ഇതിനെ നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റാം. നിങ്ങൾക്കറിയാം we know that WKT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know that 1 minute is equal to 60 seconds. 1 minute is equal to 60 seconds. സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് വരിക, അങ്ങനെയാണെങ്കിൽ ഇവിടെ മിനിറ്റ് അല്ലല്ലോ, മിനിറ്റ് ഇൻവേഴ്സ് ആണല്ലോ. അപ്പോൾ 1 മിനിറ്റ് 60 സെക്കൻഡ് ആണെങ്കിൽ 1 മിനിറ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. തെറ്റാണത്. 1 മിനിറ്റ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/60 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. 1/60 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. That is 4 into 10 raised to minus 4 molar minute inverse is equal to 4 into 10 raised to minus 4 molar into ഒരു മിനിറ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/60 സെക്കൻഡ് ഇൻവേഴ്സ്. 1/60 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഒരു മിനിറ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/60 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എന്ന് പറയുന്നത് 4 ഇൻറ്റു ഇത്രയാണ് വാല്യൂ കിട്ടിയിരിക്കുന്നത്. 4 ഇൻറ്റു 10 റേസ് ടു മൈനസ് 4 അല്ലേ, ഡിവൈഡഡ് ബൈ 60. അപ്പോൾ ആൻസർ വരുന്നത് ഇതിന്റെ വാല്യൂ സിംപ്ലിഫൈ ചെയ്താലുള്ള വാല്യൂ 6.66 ഇൻറ്റു 10 റേസ് ടു മൈനസ് 6 6 into 6.66 into 10 raised to minus 6
മോളാർ സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഈ രീതിയിലാണ് ഈ പ്രോബ്ലത്തിന് ആൻസർ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. റൈറ്റ്. കൈനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കില് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൈനറ്റിക്സിന്റെ ഡെഫിനേഷൻ അനലൈസ് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. റിയാക്ഷന്റെ റേറ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് റിയാക്ഷന്റെ റേറ്റിനെ കുറിച്ച് കൈനറ്റിക്സിൽ പഠിക്കേണ്ടതുണ്ട്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ഡെഫിനേഷൻ അനലൈസ് നമുക്ക് കാണാൻ സാധിക്കും. കൈനറ്റിക്സിന്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നിങ്ങൾക്കറിയാം, ഒരു റിയാക്ഷനിൽ സ്റ്റാർട്ടിങ്ങിൽ ആരുണ്ടാവാം? റിയാക്ടന്റ് ഉണ്ടാവാം. റിയാക്ഷനിലെ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം ഉണ്ടാകുന്നത് റിയാക്ടന്റ് ആണ്. അപ്പൊ ഈ റിയാക്ടന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എല്ലാ ഫാക്ടേഴ്സും വരുന്നത്. അപ്പോ അതിലൊന്ന് റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ നമ്പർ 1 ശ്രദ്ധിച്ചോളാം. നേച്ചർ ഓഫ് റിയാക്ടൻസ്. നേച്ചർ ഓഫ് റിയാക്ടൻസ്. അപ്പൊ നിങ്ങൾ ഒരു ബീക്കറിൽ 2 ബീക്കർ എടുത്തു. ഒന്നാമത്തെ ബീക്കറിൽ വെള്ളം എടുത്തു, രണ്ടാമത്തെ ബീക്കറിലും തുല്യ എമൗണ്ട് വെള്ളം എടുത്തു. ഒന്നാമത്തെ ബീക്കറില് വെള്ളത്തിലേക്ക് സോഡിയം ഇട്ടു. അപ്പൊ സോഡിയം വെള്ളവുമായി റിയാക്ട് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഉണ്ടാവും. രണ്ടാമത്തെ ബീക്കറിൽ വെള്ളത്തിലേക്ക് നമ്മുടെ സോഡിയത്തിന് പകരം പൊട്ടാസ്യം ഇട്ടു. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാവാം. ഏതൊരു വാതകം പുറത്തു വരുമ്പോഴും കുമിളകൾ ഉണ്ടാവും നമുക്കറിയാം. 2 ബീക്കറിൽ നിന്നും ഹൈഡ്രജനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുമിളകൾ വരും, ബബിൾസ് വരും. പക്ഷെ ഏറ്റവും പെട്ടെന്ന് ബബിളുകൾ വരുന്നത് എവിടെ നിന്നായിരിക്കും അറിയാമോ? പൊട്ടാസ്യം ഇട്ട വെള്ളത്തിൽ നിന്നായിരിക്കും. അതിനർത്ഥം എന്താ? 2 ബീക്കറിലും വെള്ളമുണ്ട്. വെള്ളം എന്ന് പറയുന്നത് 2 കേസിലും കോമൺ റിയാക്ടന്റ് ആണ്. എന്നിട്ടും പൊട്ടാസ്യം ഇട്ട ഭാഗത്താണ് ഹൈഡ്രജൻ പെട്ടെന്ന് ഇവോൾവ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊട്ടാസ്യം ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സോഡിയം. മീൻസ് പൊട്ടാസ്യത്തിന് പകരം സോഡിയം വന്നപ്പോ, സോഡിയത്തിന് പകരം പൊട്ടാസ്യം വന്നപ്പോ രാസപ്രവർത്തനത്തിന്റെ വേഗതയിൽ വ്യത്യാസം വരുന്നു. മീൻസ് റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ നമ്പർ 1 നേച്ചർ ഓഫ് റിയാക്ടൻസ്. ഇതുപോലെ റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഭാഗം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. അത് ഇക്വേഷൻ നമ്മൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എഴുതുമ്പോൾ തന്നെ കോൺസെൻട്രേഷൻ, റിയാക്ടന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ നമ്പർ 1 നേച്ചർ ഓഫ് റിയാക്ടൻസ്. 2 കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. 3 സർഫസ് ഏരിയ ഓഫ് റിയാക്ടൻസ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സാധാരണ രീതിയിൽ അടുപ്പിൽ പാചകം ചെയ്യുമ്പോൾ വിറക് ഉപയോഗിക്കാറുണ്ട്. വിറക് എന്ന് പറയുന്നത് മരത്തിൽ നിന്നാണ് കിട്ടുന്നത്. മരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ കൊമ്പ് അതേപടി ഉണക്കി അടുപ്പിൽ വെച്ച് കത്തിക്കുമ്പോഴാണോ, അതോ ആ ഉണങ്ങിയ വിറക് കഷ്ണമായി കത്തിക്കുമ്പോഴാണോ കൂടുതൽ വേഗത്തിൽ കത്തുക? കഷ്ണമായി കത്തിക്കുമ്പോൾ, അല്ലെ? അപ്പൊ അതിനർത്ഥം എന്താണ്? റിയാക്ടന്റിന്റെ സർഫസ് ഏരിയ കൂടുന്നു. വിറക് കഷ്ണമാക്കി മാറ്റുമ്പോൾ സർഫസ് ഏരിയ കൂടുക ചെയ്യുന്നത്. അപ്പൊ റിയാക്ഷന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: 1 നേച്ചർ ഓഫ് റിയാക്ടൻസ്, 2 കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്, 3 സർഫസ് ഏരിയ ഓഫ് റിയാക്ടൻസ്. റിമെമ്പർ, ഒന്നുപോലും പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടതല്ല. what is the first factor? Nature of reactants. What is the second factor? Concentration of reactants. What is the third factor? Surface area of reactants. 4ാമത്തെ ഫാക്ടർ പ്രഷർ. റിയാക്ഷൻ നടക്കുന്ന വെസലിനകത്തുള്ള പ്രഷർ. 5 ടെമ്പറേച്ചർ. 6ാമത്തെ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്, ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യം. ഇങ്ങനെ 6 ഫാക്ടേഴ്സ് ആണ് പ്രധാനമായും റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓരോ ഫാക്ടറിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. 6 ഫാക്ടർ ഞാൻ പറഞ്ഞു. നമ്മുടെ സിലബസ് പ്രകാരം ഡീറ്റെയിൽ ആയി പറയേണ്ട ഫാക്ടേഴ്സ് 3 1 കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എങ്ങനെയാണ് റിയാക്ഷൻ റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്, ടെമ്പറേച്ചർ എങ്ങനെയാണ് റിയാക്ഷൻ റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്, കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് എങ്ങനെയാണ് റിയാക്ഷൻ റേറ്റിനെ അഫക്ട് ചെയ്യുന്നത്. ഇങ്ങനെ 3 ഫാക്ടേഴ്സ് ആണ് റിയാക്ഷൻ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. 1ാമത്തെ ഫാക്ടർ നേച്ചർ ഓഫ് റിയാക്ടൻസ്, 2ാമത്തെ ഫാക്ടർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്, 3ാമത്തെ ഫാക്ടർ സർഫസ് ഏരിയ ഓഫ് റിയാക്ടൻസ്, 4ാമത്തെ ഫാക്ടർ പ്രഷർ, 5ാമത്തെ ഫാക്ടർ ടെമ്പറേച്ചർ, 6ാമത്തെ ഫാക്ടർ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ റിയാക്ഷന്റെ റേറ്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട്, ചുരുക്കത്തിൽ 3 ഫാക്ടർ എങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ.